മലയാളിയുടെ ഓണപ്പൂക്കളങ്ങളിൽ നിറയുന്നതിൽ ഏറെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പൂക്കൾ. ഗോപാൽ സ്വാമിപേട്ട, ഗുണ്ടൽപേട്ട് ഗ്രാമങ്ങളിലെ തോട്ടങ്ങളിൽ വിരിയുന്ന പൂക്കൾ കൊണ്ടാണ് മലയാളി ഓണപ്പൂക്കളം ഒരുക്കുന്നത്. ഇവിടെ നിന്നും പൂക്കൾ കേരള പുഷ്പ വിപണികളിൽ എത്തുന്നത് ഓണത്തിന് ഏതാനും ദിവസം മുൻപ് മാത്രമാണ്. ഓണക്കാലത്ത് കേരളത്തിലെ പൂക്കളങ്ങൾ നിറക്കുന്നത് കർണാടകയിൽ നിന്നും എത്തുന്ന ഓറഞ്ച്, ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങി സൂര്യകാന്തി പൂക്കൾ വരെയാണ്. ഈ പൂക്കളുടെ വിലക്കുറവ് കേരള വിപണിക്ക് പ്രിയപ്പെട്ടതായി കിലോയ്ക്ക് 10 രൂപയ്ക്ക് താഴെയാണ് പൂക്കൾ ഇവിടെ നിന്നും ശേഖരിക്കുന്നത്. ഇവിടുത്തെ തോട്ടങ്ങളിൽ വിരിയുന്ന പൂക്കൾ കേരള പുഷ്പ വിപണികളിൽ എത്തുന്നത് ഓണത്തിനും ഏതാനും ദിവസം മുമ്പ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പുറം വിപണികളിലേക്ക് ഇവിടെയൊന്നും നേരിട്ട് വിൽക്കാറില്ല. വൻ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഇവിടെ പൂക്കൃഷി ചെയ്തു വരുന്നത്. ഓണക്കാലത്ത് പൂപ്പാടങ്ങൾ നിറഞ്ഞ് മനോഹരമാണ് ഈ ഗ്രാമങ്ങൾ. വളം, വിത്ത്, ചെറിയ സാമ്പത്തിക സഹായങ്ങൾ എന്നിവ നൽകുന്നതും കമ്പനിക്കാരാണ്. അതിനാൽ ഈ കമ്പനികൾക്കു തന്നെ പൂ വിൽക്കണമെന്നാണ് കർഷകരും കമ്പനികളും തമ്മിലുള്ള ധാരണ. തമിഴ്നാട്ടിലെ AVT, കോൺകോർ തുടങ്ങിയ കമ്പനികളാണ് കൃഷി ചെയ്യുന്നത്. കിലോയ്ക്ക് 6-7 രൂപക്കാണ് കമ്പനിക്കാർ പൂ വാങ്ങുന്നത്. പൂ പറിക്കാൻ സമയമായി കഴിഞ്ഞാൽ ടൺ കണക്കിന് പൂക്കളാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. വലിയ ട്രക്കുകൾ നിരനിരയെ ഈ സമയത്ത് റോഡരികിൽ പൂച്ചാക്ക് നിറക്കാനായി കിടപ്പുണ്ടാകും. പൂ പറിക്കാൻ സമയമായി കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ പറിക്കാം. 1 മാസം വരെ പൂക്കൾ കിട്ടും. 3 മാസത്തെ കൃഷിയാണ് പൂക്കളുടേത്. ജൂലൈയിൽ ആരംഭിച്ച് ആഗസ്റ്റ് സെപ്റ്റംബറോടെ പൂക്കാലം കഴിയും. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.